പക്ഷെ എപ്പോഴും നമുക്കറിയാം സ്റ്റാർട്ട് ചെയ്ത സമയത്തും സീരിയസ് ആയിട്ടൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് വലിയ സാധനം വേണ്ടിയിട്ടാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ പയ്യെ പയ്യെ കുറേശ്ശെ പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് സമയത്ത് ബിസിനസിന്റെ സാധ്യത മനസ്സിലാക്കി. അങ്ങനെയാണ് 2018 ഏകദേശം പകുതിയോടുകൂടി ഈ ബിസിനസ് ഏറ്റെടുത്ത് തുടങ്ങുന്നത്. അപ്പൊ അതിനുശേഷമാണ് ശരിക്കും ഈ ബിസിനസ്സിലേക്ക് കടക്കുന്നത്. അപ്പൊ അത്രയും സമയം ശരിക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ 2 വർഷത്തോളം പോയി. അത് കഴിഞ്ഞൊരു 6 മാസത്തോളം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടും ചെയ്യാണ്ട് പോയി. ശരിക്കും അതിൻ്റെയൊക്കെ ഒരു നഷ്ടം ശരിക്കും ഇപ്പോഴാണ് നമ്മളൊക്കെ അനുഭവിച്ചു തുടങ്ങുന്നത്. കാരണം ആ ഒരു പാഴാക്കിയ സമയം, ആ ഒരു ഒഴിവാക്കിയ സമയത്തിന്റെ വാല്യൂ ശരിക്കും നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് ഒരു 5-6 വർഷം മുന്നോട്ട് പോകുന്ന സമയത്താണ്. അപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് കിട്ടിയ അവസരം ശരിക്കും എത്രയോ വലിയൊരു അവസരമാണ്. ഇത് പല ആളുകളും മനസ്സിലാക്കാതെ പോകുന്ന സമയത്താണ് പല ആളുകളും ഈ ബിസിനസ് ഏറ്റെടുക്കാതെ സീരിയസ് ആയിട്ട് പോകാതെ പോകുന്നത്. അപ്പൊ ഇപ്പോൾ മുമ്പത്തെ ഒരു അവസ്ഥയല്ല. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് എല്ലാ സാഹചര്യം കൊണ്ടും ബിസിനസ് വളരെ ഏറ്റെടുക്കേണ്ട സമയം. ഗവൺമെന്റ് ഭാഗത്തുനിന്ന് അത്രയധികം സപ്പോർട്ട്. ഒരു കാലത്ത് ഗവൺമെന്റ് ഡയറക്ട് സെല്ലിംഗിനെതിരെ പ്രവർത്തിച്ചിരുന്ന സമയത്ത് കേസെടുക്കുന്ന സമയം ഉണ്ടാകുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഗവൺമെന്റുകളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഓഫീസിൽ പോയിട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ നമ്മളെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുന്നതിന് മുമ്പേ ഗവൺമെന്റ് അതിന്റെ GST കിട്ടുകയാണ്. സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും കേരള ഗവൺമെന്റ് ആണെങ്കിലും നമ്മളെ കയ്യിലേക്ക് ഉൽപ്പന്നം എത്തുന്നതിന് മുന്നേ തന്നെ അവർക്ക് അതിന്റെ GST കയ്യിൽ കിട്ടുകയാണ്. ഇൻകം നമുക്കറിയാം, എല്ലാ ബുധനാഴ്ചകളിലാണ് നമുക്ക് ഇൻകം വരുന്നത്. ഈ ഇൻകം നമ്മളെ കയ്യിലേക്ക് കിട്ടുന്ന മുമ്പേ തന്നെ ഗവൺമെന്റിന് TDS കിട്ടുകയാണ്, ടാക്സ് കിട്ടുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയധികം സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഇന്ന് ഗവൺമെന്റ് ഈ മേഖലയെ കാണുന്നുണ്ട്. എന്നിട്ടും നമുക്കറിയാം പല ആളുകളും ഇപ്പോഴും ഈ ബിസിനസിന്റെ സാധ്യത മനസ്സിലാക്കാതെ മാറി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ, ഒന്ന് ഏറ്റവും നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ ആരോഗ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരോഗ്യം പലപ്പോഴും ആരോഗ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും സന്തോഷം കിട്ടുന്നതാണ് ആരോഗ്യം എന്ന് പറയുന്നത്. നമ്മുടെ ആരോഗ്യം അറിയാം, നമുക്ക് ഈ ലോകത്ത് എന്തും നേടാനും എല്ലാം ആസ്വദിക്കാനൊക്കെ സാധിക്കുള്ളൂ. അപ്പൊ അതിനുള്ള ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മളെ കയ്യിലുണ്ട്. പക്ഷെ പല ആളുകളും ഇത് തിരിച്ചറിയുന്നില്ല എന്ന്. ഇപ്പൊ നമ്മൾ തന്നെ പല ആൾക്കാർക്കും നമുക്കറിയാം കയ്യിലുള്ള പ്രൊഡക്റ്റുകൾ എന്തിനാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത് അറിയാത്ത പല ആളുകളും ഉണ്ടായിരിക്കും. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളെ പ്രൊഡക്റ്റിന്റെ മഹത്വം. ഇന്ന് പല ആളുകളും പല രീതിയിൽ പറയും, എനിക്ക് ആയുഷ് ഉണ്ട്. ഇപ്പം ഒരു പുതിയൊരു കമ്പനി വന്നിട്ടുണ്ടായി, കമ്പനിയുടെ പേരൊന്നും പറയുന്നില്ല. പുതിയൊരു കമ്പനി വന്ന് ഞങ്ങൾക്ക് 40ഓളം ആയുഷ് പ്രൊഡക്റ്റുകൾ ഉണ്ടെന്നൊക്കെ. അവരെ സംബന്ധിച്ച് അവർക്ക് കിട്ടിയ ആയുഷൊക്കെ തന്നെ സ്റ്റാൻഡേർഡ് മാർക്കുകളാണ്. നമുക്കറിയാം പ്രീമിയം മാർക്കുകൾ ഇന്ന് ഇന്ത്യയിൽ 27ഓളം പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉള്ള ഒരേ ഒരു കമ്പനി നമ്മളാണ്. അതിനെ ആരെന്തൊക്കെ പറഞ്ഞാലും അതിനെ തള്ളാൻ നമുക്ക് പറ്റില്ല. മറ്റ് ട്രഡീഷണൽ ബിസിനസ്സിലാണെങ്കിലും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലാണെങ്കിലും 10ൽ കൂടുതൽ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു കമ്പനി നമുക്ക് ഇന്ന് ഏഷ്യയിൽ തന്നെ ഇല്ല, ഇന്ത്യയിൽ തന്നെ ഇല്ല. അപ്പൊ ആ സമയത്ത് ഇത്രയും ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നം നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം ആദ്യം ഈ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പൊ കുറച്ച് പ്രൊഡക്റ്റ് തീർച്ചയായിട്ടും നമ്മളൊന്ന് ഉപയോഗിച്ച് നോക്കണം. പല ആളുകളും നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പലപ്പോഴും മടി. പല പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കാൻ തന്നെ ആൾക്ക് തയ്യാറാവുന്നില്ല. ഇപ്പൊ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ട പ്രൊഡക്റ്റാണ് കവചപ്രാശം. എത്ര ആളെ കയ്യിൽ കവചപ്രാശം സ്റ്റോക്ക് ഉണ്ട്? ഒരു 10 കവചപ്രാശങ്ങൾ നമ്മളെല്ലാവരും സ്റ്റോക്ക് വെക്കേണ്ട സമയം. ഇപ്പൊ ഇങ്ങോട്ട് മലപ്പുറം ജില്ലയിലും അങ്ങോട്ടൊക്കെ ആണെങ്കിൽ നിപ്പ ഏറ്റവും കൂടുതൽ വരുന്ന സമയം. ഇപ്പൊ ഇതിനൊക്കെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റാണ് കവചപ്രാശം. അത് എത്ര ആളെ കയ്യിൽ, ഒരു 10 ആണെങ്കിലും സ്റ്റോക്കിൽ എത്ര ആളുകളുണ്ട്? നമ്മൾ ഏറ്റവും കൂടുതൽ വാങ്ങി വെക്കുന്ന പ്രൊഡക്റ്റ് അല്ലേ. അപ്പൊ നമ്മൾ ഉപയോഗിക്കണം. ഇപ്പൊ എത്ര ആൾക്കാർ കവചപ്രാശം ഉപയോഗിക്കുന്നുണ്ടാവും? അപ്പൊ ഈ കവചപ്രാശത്തിന്റെ പ്രാധാന്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ ആ പ്രൊഡക്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കണ്ടേ. അപ്പൊ നമ്മളെ കയ്യിൽ പലപ്പോഴും ഈ ഉപയോഗിക്കാനുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് നമ്മളെ ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും നേടാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ പ്രൊഡക്റ്റുകൾ നമ്മൾ ആ വഴിയിലുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന്റെ ക്വാളിറ്റി നമുക്ക് കൃത്യമായിട്ട് ഒരാളെ എത്തിക്കാൻ പറ്റും. അപ്പൊ ആരോഗ്യം എന്ന് പറഞ്ഞാല് നല്ല തടി ഉണ്ടാക്കിയ അല്ലെങ്കിൽ നല്ല പ്രശ്നം ഉണ്ടാക്കിയതല്ല, മാനസിക സന്തോഷം, അതായത് ടെൻഷൻ ഇല്ലാത്ത ലൈഫും ഒരു ആരോഗ്യത്തിന്റെ പ്രധാന ഘടകമാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടില് ഭൂരിഭാഗം ആളുകൾക്കും ആരോഗ്യമില്ലാത്ത ആളുകളാണ്. കാരണം ടെൻഷൻ ഇല്ലാത്ത ആളുകളില്ല. ഇന്ന് പല വിധത്തിലുള്ള ടെൻഷനാണ്. ഈ ടെൻഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നോക്കുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും ബേസിക് കാരണം ഫിനാൻഷ്യൽ പ്രോബ്ലം തന്നെയായിരിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തന്നെയാണ് പല ആളുകൾക്കും ഈ ഒരു ടെൻഷനും മറ്റു പ്രശ്നങ്ങളും വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
അപ്പൊ ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവസരം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് പല ആളുകളും വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നാണ്. പണം നമുക്കറിയാം, പണം എല്ലാത്തിനും വലുത്, എല്ലാത്തിനും മേലെ എന്ന് പറയാം. പക്ഷെ പണമില്ലെങ്കിൽ, വരുമാനമില്ലെങ്കിൽ എന്താ പറയാ, നമ്മള് വീട്ടിൽ പോലും വിലയില്ലാത്തൊരവസ്ഥയിലേക്ക് മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ വരുമാനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട സിറ്റുവേഷനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കമ്പനി വാരിക്കോരി തരാൻ തയ്യാറാണ്. ഇന്ന് 13ഓളം ടൈപ്പ് വരുമാനം കൊടുക്കുന്ന ഇന്ത്യയിൽ മറ്റൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇല്ല. അല്ലെങ്കിൽ ട്രഡീഷണൽ ബിസിനസ് മറ്റേതിനും 13 ടൈപ്പ് വരുമാനം ഇന്ന് നമ്മളെ കമ്പനി കൊടുക്കുന്നുണ്ട്. ഈ 13 ടൈപ്പ് വരുമാനവും കമ്പനി തരാൻ തയ്യാറാണ്. അത് വാങ്ങാൻ നമ്മൾ തയ്യാറാകുന്നുള്ളത്. അപ്പൊ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമ്മളൊക്കെ വരുമാനങ്ങൾ ഉറപ്പുവരുത്തുക. ഇതിൽ നമുക്ക് പെട്ടെന്നുള്ള ഗ്രോത്ത് വേണമെന്ന് പറയുന്നില്ല, ഒരു സ്റ്റെബിലിറ്റി ഗ്രോത്ത്. ഇപ്പം വന്ന സമയത്ത് തന്നെ വമ്പൻ അച്ചീവ്മെന്റ് ഉണ്ടാക്കണം അങ്ങനെ, പക്ഷെ ഒരു സ്റ്റെബിലിറ്റിയോടുള്ള ഗ്രോത്ത്. അങ്ങനെ നമ്മൾ സ്റ്റെബിലിറ്റിയോടുകൂടിയ ഗ്രോത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ഈ ബിസിനസ്സിൽ എന്നും നിലനിൽക്കുന്ന ആളുകളായിട്ട് മാറും. അപ്പൊ ആ സ്റ്റെബിലിറ്റി ഗ്രോത്ത് നമുക്ക് വേണമെങ്കിൽ ആദ്യം വേണ്ട കാര്യം നമ്മുടെ വീക്ക്ലി ഇൻകം ഉറപ്പുവരുത്താനുള്ളതാണ്. പല ആളുകളും എല്ലാവരും ചിന്തിച്ചു നോക്കുക, നമ്മുടെ വീക്ക്ലി ഇൻകം കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? ഇപ്പൊ കമ്പനി നമുക്ക് പറയുന്ന മിനിമം കണ്ടീഷൻ ഇൻകങ്ങളുണ്ട്. ആ മിനിമം കണ്ടീഷൻ ഇൻകെങ്കിലും നമ്മൾ എല്ലാവരും നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ? അപ്പൊ നമ്മളെ സംബന്ധിച്ച് കമ്പനി ഒരു മിനിമം ഇൻകം പറയുന്നത് പെർഫോമൻസ് ബോണസ് അച്ചീവ് ചെയ്യുക എന്നതാണ്. നമ്മൾ പെർഫോമൻസ് ബോണസ് പോട്ടെ, ഒരു ടീസിന്റെ താഴെയുള്ള ആളുകൾ, ടീസിന്റെ താഴെയുള്ള എല്ലാ ആളുകളും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണല്ലോ. ഒരു ടീസിന്റെ താഴെയുള്ള ആളുകൾ ഈ ആഴ്ച മുതൽ, ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ്, അപ്പൊ നാളെ ക്ലോസിംഗ് ആണ്, ഇന്നും നാളെ ഈ ആഴ്ച ഉണ്ട്, 626ാമത്തെ വീക്കിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഈ ഒരാഴ്ച എല്ലാവരും ടി സിക്ക് താഴെയുള്ള മിനിമം എല്ലാവരും ഒരു മിനിമം ഇൻകം ഒരു 500 രൂപയെങ്കിലും എനിക്ക് മേടിക്കണം എന്നിട്ട് അതിട്ട് വെച്ച് നോക്കുക. എല്ലാ ആഴ്ചയിലും ഒരു 500 രൂപയെങ്കിലും, അതിന് മേലെ എത്ര നിങ്ങൾ മേടിച്ചോളൂ, ഒരു മിനിമം ഒരു 500 രൂപയെങ്കിലും ഞാൻ മേടിക്കും. അങ്ങനെ ടാർഗറ്റ് നമ്മൾ വെച്ച് നോക്കാം. ഒരു മാസം ഒരു ടി സിന്റെ താഴെയുള്ള ആളുകൾ 2000 രൂപ ഒരു മാസ വരുമാനം. 2000 രൂപ മാസ വരുമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ ഇൻകം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ഇൻകം നമ്മളൊന്ന് സ്റ്റെബിലിറ്റി ആയിക്കില്ല, എല്ലാ ആഴ്ചയും മേടിക്കാനുള്ള ഒരു പണിയെടുത്ത് നോക്കാം. നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് പിറ്റേയുള്ള മാസങ്ങളിലൊക്കെ വരുമാനം കൂട്ടാൻ സാധിക്കും. അപ്പോൾ ഒരു ടി സി താഴെയുള്ള എല്ലാ ആളുകളും ഒരു മിനിമം ഇൻകം ഒരു 500 രൂപയെങ്കിലും, അതിന് മേലെ നിങ്ങൾക്ക് എത്ര മേടിച്ചോളൂ, 500 എന്നല്ല പറയുന്നത്, മിനിമം 500 രൂപയെങ്കിലും എല്ലാ ആഴ്ചയിലും വാങ്ങിക്കാൻ ശ്രമിക്കുക. ഒരാഴ്ച പോലും ഇൻകം കട്ടാവരുത്. ഇൻകം കട്ടാവാതെ നമുക്ക് പോവാം. അതിന് നമുക്ക് എന്ത് രീതിയിൽ റിട്ടേൺ ചെയ്യാം, അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് ചെയ്യാൻ ചെയ്യാം. ഇൻകം കട്ടാവാതെ പോവാം. ഈ ടി സി ലീഡേഴ്സ് ആണെങ്കിൽ, ടി സി നമുക്കറിയാം കമ്പനിയുടെ റാങ്കിലെത്തിയ ആളുകൾ, ഏഷ്യയിലെ ഏറ്റവും വലിയ കമ്പനിയുടെ വെബ്സൈറ്റിൽ പേര് വന്ന ആളുകൾ, അങ്ങനെ ഇൻഷുറൻസിന്റെ ഒരു എക്സ്ട്രാ ഇൻഷുറൻസ് കവറേജിന് ക്വാളിഫൈ ചെയ്ത ആളുകൾ, അത്രയും പ്രാധാന്യം ടി സി ലീഡേഴ്സിനെ കമ്പനി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്ര ടി സി ലീഡേഴ്സിന് നമുക്ക് റെഗുലർ ആയിട്ടുള്ള വീക്കിലി ഇൻകം കിട്ടുന്നുണ്ട്? ഒരു 750 രൂപ. ഒരു ടി സി ലീഡറെ സംബന്ധിച്ച് കിട്ടേണ്ട മിനിമം വീക്കിലി ഇൻകം 750 രൂപയാണ്. ഈ മിനിമം വീക്കിലി 750 രൂപ പറഞ്ഞാൽ ഒരു 8500 രൂപയുടെ കച്ചവടം നമ്മുടെ വീക്ക് സൈഡിൽ കയറണം. 8500 രൂപയുടെ കച്ചവടം ഒരു ടി സി ലീഡർ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ആ ഒരു 750 രൂപ, ഒരു മാസം ഒരു 3000 രൂപയെങ്കിലും മിനിമം ഒരു ടി സി ലീഡർ നിലനിർത്താൻ ശ്രമിക്കുക. ഒരു 750 രൂപ എല്ലാ ആഴ്ചയിലും മേടിക്കുക. അതിനിപ്പോൾ ടി സി ലീഡർ ആണെങ്കിൽ ഒരു 1000 രൂപ, ഒരു 1000 രൂപ, 4000 രൂപ മാസ വരുമാനം. ഒരു 4000 രൂപ മാസ വരുമാനം എന്ന് പറഞ്ഞാൽ വലിയ ഇൻകം ഒന്നും അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതെങ്കിലും നിലനിർത്താം. അങ്ങനെ നമ്മൾ ഒരു വീക്ക്ലി ഇൻകം കൃത്യമായിട്ട് നമ്മൾ നിലനിർത്തി പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഇൻകം 1000 നിന്ന് 2000-ലേക്കും 3000-ലേക്കും 4000-ലേക്കും 5000-ലേക്കും വീക്കിലി ഇൻകം വർദ്ധിപ്പിക്കാൻ സാധിക്കും. അപ്പം ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമ്മൾ വീക്കിലി ഇൻകത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുക എന്ന് തന്നെയാണ്. ഈ ബിസിനസ്സിലെ ഏറ്റവും വലിയ മോട്ടിവേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻകം ആണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. ഇൻകം ഇല്ലാതെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അപ്പൊ ഇൻകം മേടിക്കാനുള്ള പണികൾ അതിന് ആരൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നു അവരൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോകാൻ പറ്റുക. അപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തുടക്കത്തിൽ ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് ഒട്ടനവധി വലിയൊരു ബാധ്യതയായിട്ട് ബിസിനസ്സിൽ വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരു മാസം ഏകദേശം 1,00,000-ന്റെ അടുത്ത് അടവുകളാക്കി, ഈ ചിട്ടികളും മറ്റു ബാധ്യതകളും മറ്റുള്ള അടവിലേക്ക് റെഡിമെയ്ഡ് ബിസിനസ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് ചിട്ടികളൊക്കെ കൂടിയിട്ടായിരുന്നു റെഡിമെയ്ഡ് ബിസിനസ് റൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരുപാട് അടവുകൾ, ലോണിന്റെ അടവുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ ഉള്ളതുകൊണ്ട് തന്നെ അത്രയും ഒരു 1 lakh അടുത്തെങ്കിലും ഒരു മാസം എക്സ്പെൻസ് തന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത്.
പക്ഷേ തുടക്കത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം എത്ര നമുക്കറിയാം. ഒരു ടി.സിയിലും എ.ടി.സിയിലും ഒക്കെ സമയത്ത് കിട്ടുന്ന വരുമാനങ്ങൾ വളരെ ചുരുക്കാം. 5000 10,000 ഒക്കെ ആയിരിക്കും മാസ വരുമാനം കിട്ടുക. ആ സമയത്ത് ബാക്കി പൈസകളൊക്കെ റോൾ ചെയ്യുന്ന സിറ്റുവേഷനാണ്. റെഡിമെയ്ഡിൽ പെട്ടെന്ന് ബാധ്യത സമയത്ത് ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രശ്നം അനുഭവിച്ച ആളുകൾക്ക് അറിയാൻ പറ്റും. പല ആളുകൾക്കും എന്താ പറയാ, ചെറിയ ചെറിയ ബാധ്യത വരുന്ന സമയത്ത് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പല ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്തൊക്കെ പിടിച്ചു നിന്നത് നമ്മുടെ പാരന്റ് കമ്പനിയിൽ പ്രവർത്തിച്ച ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ്. കാരണം മധു സാറെ പോലെയുള്ള നല്ലൊരു ട്രെയിനേഴ്സിന്റെ ട്രെയിനിങ് കിട്ടിയോണ്ട് തന്നെ ജീവിതത്തിൽ വലിയൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. പല ആൾക്കും ജീവിതത്തിൽ പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ടാണ് പല ആൾക്കാരും ആത്മഹത്യയിലേക്ക് പോകുന്നതും ജീവിതം അടുക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് മധു സാറെ പോലുള്ള ആൾക്കാരുടെ ട്രെയിനിങ് ചെറിയ പ്രായത്തിൽ തന്നെ കിട്ടിയോണ്ട് തന്നെ മൈൻഡിൽ ആ സംഗതികൾ ഇതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പം ഈ അനുഭവിച്ച സമയത്ത് ഒരുപാട് പലിശക്കാരെന്നുള്ള പൈസ വാങ്ങിക്കാം, അതിന്റെ പലിശക്കാരുള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ശരിക്കും അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പൈസയ്ക്ക് അതിൻ്റെതായിട്ടുള്ള വലിയ പ്രാധാന്യമുണ്ട്. പൈസ നമ്മളെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ഒരു വാല്യൂം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയ ഒരാളാണ്. അപ്പൊ പൈസയ്ക്ക് എന്തായാലും നമുക്കൊരു അത്യാവശ്യം വരുന്ന സമയത്ത് നമ്മൾക്ക് വേണ്ടപ്പെട്ട ആളോട് ചോദിച്ചു നോക്കണം. നമ്മൾ വിചാരിക്കും പൈസ ഇല്ലെങ്കിൽ നമുക്ക് സഹായിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്നൊക്കെ. പക്ഷേ പൈസ ഇല്ലാത്ത സമയത്ത് അതിന്റെ വില നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മളെ കൂടെ ആരൊക്കെ ഉണ്ട്, നമ്മളെ കൂടെ ആരൊക്കെ സപ്പോർട്ട് ചെയ്യാണ്ടാവും. അപ്പോൾ പണത്തിന് വലിയ പ്രാധാന്യം. അപ്പോൾ പണം നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാക്കുന്ന മീറ്റിങ്ങിൽ നമ്മളായിട്ട് പറഞ്ഞ പ്രധാനപ്പെട്ട എനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്ത പോയിന്റാ. ഇതിൽ നമ്മൾ അംഗീകാരത്തിനേക്കാൾ കൂടുതൽ നമ്മൾ വരുമാനത്തിനെ ഫോക്കസ് ചെയ്ത് പോവുക. ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാം കിട്ടുള്ളൂ. എല്ലാം വാങ്ങാൻ എന്താ പറയുക, വരുമാനം ക്യാഷ് ഉള്ളവന് ഓട്ടോമാറ്റിക് ആയിട്ട് വരുമാനം, അംഗീകാരം കിട്ടിക്കോളും, ബഹുമാനം കിട്ടിക്കോളും, എല്ലാം വന്നോളും. അപ്പം വരുമാനം ഉണ്ടാക്കാനുള്ള പണികൾ നമ്മൾ ചെയ്യാം. അപ്പൊ അങ്ങനെ ഇപ്പൊ എന്നെ സംബന്ധിച്ചാൽ തുടക്കത്തിൽ ഒരുപാട് സ്ട്രഗിളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഘട്ടമായിട്ട് ഈ ബിസിനസ് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ സ്ട്രഗിളൊക്കെ പിന്നെ ഓവർകം ചെയ്യാൻ സാധിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കത്തിൽ വരുമാനം കുറവാണ് എന്നുകൊണ്ട് ആരും നിരാശപ്പെടേണ്ട ആവശ്യങ്ങളോ ഒന്നുമില്ല. തുടക്കത്തിൽ എല്ലാവരെ സംബന്ധിച്ചും ഇതിൽ വരുമാനം കിട്ടിക്കോളണമെന്നില്ല. നമ്മൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു മിനിമം ഇൻകം നമ്മൾ എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്യാൻ പോവാം. അപ്പൊ ഇതിൽ എല്ലാ ലീഡേഴ്സും ഇത് സക്സസ് ആയിട്ടുള്ള ഇന്ന് ഈ നമ്മളെ കമ്മ്യൂണിറ്റും രാജേഷ് യാദവ് സാർ ആണെങ്കിലും ഇപ്പൊ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത വ്യക്തികളാണെങ്കിൽ പോലും എല്ലാ ആളുകളും ഇതിലൂടെ ഒരു 5 ഘട്ടത്തിലൂടെയാണ് ശരിക്കും ഈ ബിസിനസ്സിലേക്ക് കടന്നു പോവുക. എല്ലാ ആളുകളും ഇപ്പൊ നമുക്കറിയാം നമ്മളെ ബിസിനസ്സിൽ 11 ID സീലിംഗ് അച്ചീവർ 2,10,000 11 ID വാങ്ങിച്ച ലീഡേഴ്സ് ഉണ്ട് നമ്മളെ കമ്പനിയിലുണ്ട്. അപ്പൊ അത്രയും ആളുകളൊക്കെ ഉള്ള കമ്പനിയില്ല. അപ്പൊ നമുക്ക് ഇതൊക്കെ പോസിബിൾ ആണ്. പക്ഷെ അതിനൊക്കെ ആദ്യം 2,10,000 വീക്കിലി കിട്ടണമെങ്കിലും ഒക്കെ ആദ്യം ചെയ്യേണ്ട ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്. നമ്മളെ മിനിമം ഇൻകം നമ്മൾ എന്താ പറയുക സ്റ്റെബിലിറ്റി ആക്കുക. അതാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്കി ഘട്ടങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളും. എല്ലാ ലീഡേഴ്സും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജേഷ് യാദവ് സാർ ആണെങ്കിലും മുബീൻ മുഹമ്മദ് സാർ ആണെങ്കിലും എല്ലാ ലീഡേഴ്സ് ആണെങ്കിലും ഇതിലൊരു 5 ഘട്ടത്തിലൂടെ കടന്നുപോയ ആളുകളാണ്. ഈ 5 ഘട്ടം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം പറയുന്നത് നമുക്കറിയാം തുടക്കത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു സർവൈവൽ പീരീഡ് എന്ന് പറയും. ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു ഡിസ്ട്രിബ്യൂട്ടർ മുതൽ ഒരു ATC റാങ്ക് വരെ ഇതിലൊരു സർവൈവൽ പീരീഡാണ്. അതായത് ഇതിൽ അതിജീവനത്തിന്റെ കാലഘട്ടം. ഈ സമയത്ത് നമുക്കൊരു പക്ഷേ വലിയ ഇൻകങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാക്സിമം ഈ ബിസിനസ്സിനെ കുറിച്ച് മനസ്സിലാക്കുക, പഠിക്കാൻ ശ്രമിക്കുക എന്നത്. അതിനാണ് ലീഡേഴ്സ് എപ്പോഴും പറയുന്നത് നിങ്ങൾ പ്രോഗ്രാമിൽ പങ്കെടുക്കണം. പ്രോഗ്രാമിലൂടെ മാത്രമേ ഈ ബിസിനസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഈ ഘട്ടത്തിൽ പുതിയ ആളുകൾക്കും ഈ സർവൈവൽ ഘട്ടത്തിലുള്ള ആൾക്ക് വേണ്ടത് ലീഡേഴ്സിന്റെ മാക്സിമം സ്നേഹമാണ്. ഈ മാക്സിമം ലീഡേഴ്സ് ചെയ്യേണ്ട കാര്യം ഈ ഘട്ടത്തിലുള്ള ആളുകളെ പരമാവധി അവരെ നമുക്ക് സ്നേഹം കൊണ്ട് അതായത് പരമാവധി അവരെ സ്നേഹിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ അവരെ പരമാവധി പ്രോഗ്രാമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഇവരെ റീറ്റെയിലിംഗിലേക്ക് ഫോക്കസ് ചെയ്യുക. റീറ്റെയിൽ ചെയ്യണം ഈ സമയത്ത്, കാരണം റീറ്റെയിലിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവും. അപ്പൊ ഈ സർവൈവൽ പീരീഡ് ഒരു പക്ഷേ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 2 വർഷം വരെയൊക്കെ എടുത്തേക്കാം ഒരു ATC റാങ്കിലേക്ക് നമുക്ക് എത്താൻ. ആ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബിസിനസ്സിനെ എന്താ പറയുക മനസ്സിലാക്കേണ്ടത്. നമുക്ക് വിൽ പവർ ഉണ്ടാവേണ്ട സമയം. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വിട്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതും ഈ ഒരു സർവൈവൽ പീരീഡിലാണ്. നമുക്കറിയാം ബിസിനസ്സിലേക്ക് വളരെ ആവേശത്തോടു കൂടി വന്ന് നമ്മൾ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് റാങ്ക് ഒക്കെ എത്തുന്ന സമയത്ത് ഇതിന്റെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമുക്കൊരു എന്താ പറയുക ഗ്രോത്ത് ഇല്ലാത്ത സമയത്ത് നമ്മൾ വിചാരിക്കും ഇനി വേണ്ട വിട്ടുകളയാം, ഏറ്റവും കൂടുതൽ ബിസിനസ് നിർത്തിയേക്കാം അല്ലെങ്കിൽ വിട്ടുകളയാം എന്ന് ചിന്തിക്കുന്ന സമയമാണ് സർവൈവൽ പീരീഡ്. ഈ ഒരു പീരീഡ് നമ്മൾ അതിജീവിക്കുക, അതാണ് അതിജീവന പീരീഡ് എന്ന് പറയുന്നത്. അതിജീവിക്കാനുള്ളതാണ് ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഘടകങ്ങൾ. അപ്പോൾ ഇത് അതിജീവിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു.
അപ്പോൾ ഈ സമയത്ത് നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ കിട്ടുന്നുണ്ടാവുക. അത് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക. ഡെയിലി ഒരു 500 രൂപയെങ്കിലും ഞാൻ ഡെയിലി റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. നമ്മളെല്ലാവരും ആ ATC വരെയുള്ള ലീഡേഴ്സ് നിർബന്ധമായിട്ടും ഒരു പ്രതിജ്ഞ പോലെ എടുക്കുക. ഡെയിലി 500 രൂപ ഞാൻ റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കും. കാരണം തുടക്കത്തിൽ മീറ്റിങ്ങിന് പോകണമെങ്കിൽ ചെറിയ ചെറിയ പൈസ വേണം. പെട്രോൾ അടിക്കാൻ, വണ്ടിയിൽ പെട്രോൾ അടിക്കാനും ചെറിയ ചെറിയ ഫണ്ട് വേണ്ടി വരും. ഈ സമയത്ത് നമുക്ക് ചിലപ്പം അക്കൗണ്ടിലൂടെ വരുന്ന വരുമാനം കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് റീറ്റെയിൽ പ്രോഫിറ്റിന് മാക്സിമം പ്രാധാന്യം കൊടുക്കുക. മാക്സിമം പ്രോഗ്രാമുകൾ ലീഡേഴ്സ് വെക്കുന്ന ഒരു പ്രോഗ്രാം പോലും മിസ്സാക്കാതിരിക്കുക. പ്രത്യേകിച്ച് വലിയ പ്രോഗ്രാമിനേക്കാൾ കൂടുതൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിങ്ങിന് മാക്സിമം പ്രാധാന്യം കൊടുക്കുക. നമ്മൾ ഏരിയയിൽ നടക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗ്, കാരണം ഇതിലൂടെയാണ് നമുക്ക് കൃത്യമായി വലിയ പ്രോഗ്രാമിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സൈറ്റ്മെന്റ് ഒക്കെ കിട്ടും, പക്ഷേ അറിവ് കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ മീറ്റിങ്ങിലൂടെയാണ് തീർച്ചയായിട്ടും നമുക്ക് അറിവ് കിട്ടുക. അപ്പോൾ മാക്സിമം ലീഡേഴ്സ് വെക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിങ്ങുകൾ ഒരു കാരണം ഒഴിവാക്കാതിരിക്കുക ഈ ഒരു ATC റാങ്ക് വരെയുള്ള പീരീഡിൽ. അപ്പോൾ ഈ പീരീഡാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സർവൈവൽ പീരീഡ്. ഇതിൽ നമ്മൾ ഇൻകത്തിന് ഓവർ ഫോക്കസ് കൊടുക്കാറുണ്ട്. ഈ സമയത്ത് ഇൻകം വന്നോളൂ, മിനിമം ഇൻകെങ്കിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ പരമാവധി പ്രോഗ്രാമുകൾ ആ സമയത്ത് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ മാക്സിമം ഈ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. സർവൈവൽ പീരീഡ്, അതേപോലെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും ബിസിനസിനെ കുറിച്ചും മാക്സിമം എവിടെ നിന്നൊക്കെ അറിവ് കിട്ടും അവിടെ നിന്നൊക്കെ അറിവ് നേടാൻ സമ്പാദിക്കാൻ ശ്രമിക്കുക. ഈ സമയത്ത് നമ്മൾ വലിയ ടീം ഒന്നും പ്രതീക്ഷിക്കരുത്. പല ആൾക്കാരും പറയുന്നത്, സാറേ ഞാൻ കുറേ ആൾക്ക് പ്രോഗ്രാം കൊടുത്തു, കുറേ ആളുകൾ ബിസിനസ് പറഞ്ഞു, ആരും എൻ്റെ കൂടെ വരുന്നില്ല. അപ്പോൾ നമ്മൾ കുറേ ആൾക്ക് പ്രോഗ്രാം കൊടുത്ത് കുറേ ആൾക്ക് പ്രൊഡക്റ്റ് കൊടുത്ത് വാങ്ങുന്നില്ലെങ്കിൽ അത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഘടകം അവർക്ക് വരുമാനം ആവശ്യമില്ലാട്ടോ പ്രൊഡക്റ്റ് ആവശ്യമില്ലാട്ടോ അല്ല, നമ്മൾ പറയുന്നത് അവർക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടില്ല. ഇതിലൂടെ വലിയ വരുമാനം കിട്ടുന്നവർക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ നമുക്കറിയാം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മളെ നെഗറ്റീവ് ആക്കുന്ന നമ്മളെ വീട്ടുകാർ തന്നെ ആയിരിക്കും. കാരണം വീട്ടുകാർക്ക് അവർ നെഗറ്റീവ് പറയുന്നത്, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തതിന്റെ പ്രധാനപ്പെട്ട ഘടകം നമുക്ക് വരുമാനം ആവശ്യമില്ലായിട്ടോ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന വരുമാനം അവർക്ക് ആവശ്യമില്ലായിട്ടോ അല്ല, നമ്മൾ എന്തോ ഒരു മോശം സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പല ആളുകളെ വിചാരിച്ചാ ഇതിങ്ങനെ സാധനം കൊണ്ടുവന്ന് വെക്കണം, ഇത് ആളുകളെ ഇങ്ങനെ ചേർത്തി നടക്കണം, ഇത് സകല ആളുകളെയും കണ്ടു കിടക്കണം, ഇങ്ങനെ പല ചിന്താഗതി വീട്ടുകാർക്ക് ഉണ്ടാവും. അപ്പം അതൊക്കെ മാറ്റി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ വീട്ടിൽ ഹോം മീറ്റിംഗ് വെക്കണമെന്നും വീട്ടുകാരെ ബിസിനസ് ബോധ്യപ്പെടുത്തുമെന്ന് പറയുന്നത്. ഇപ്പം എല്ലാവരും വീട്ടിലും ഇപ്പം നമ്മളെ അനീസ് സാർ, ഡയമണ്ട് അനീസ് സാർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമുക്ക് ചിലപ്പോൾ നമ്മൾ ബിസിനസ് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പല ആളുകളും കുട്ടിച്ചാത്തൻ്റെ രൂപത്തിൽ വരും. ചിലപ്പോൾ ഭാര്യയുടെ രൂപത്തിലായിരിക്കാം, അച്ഛൻ്റെ രൂപത്തിലായിരിക്കാം, ഭർത്താവിൻ്റെ രൂപത്തിലായിരിക്കാം, അമ്മയുടെ രൂപത്തിലായിരിക്കാം, സഹോദരയുടെ രൂപത്തിലായിരിക്കാം, മക്കളുടെ രൂപത്തിലായിരിക്കാം. നോക്കുന്ന സമയത്ത് രണ്ട് കൊമ്പ് ഇങ്ങനെ കാണുന്ന പറയും. അനീസ് സാർ എപ്പോഴും വേണം വാക്കാം. അത് അവർ പറയുന്നത് അവർക്ക് ബിസിനസ് മനസ്സിലാവാത്തതുകൊണ്ടാണ്, അല്ലാണ്ട് നമ്മൾ ഇൻകം പേടിക്കുന്നതിലോ ഈ ബിസിനസ് ചെയ്യുന്നതിലോ അവർക്ക് ബുദ്ധിമുട്ടില്ല. നമ്മൾ എന്തെങ്കിലും ഒരു മോശം സംഗതിയിലേക്ക് പോകുമോ എന്നൊരു പേടിയുണ്ടാകും. അപ്പോൾ അതല്ല, നമ്മുടെ കമ്പനി നല്ല കമ്പനിയാണ്, ഇതിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു 3-4 വർഷം കൊണ്ട് വലിയ നേട്ടത്തിൽ എത്താൻ പറ്റുന്ന ബോധ്യം അവർക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യും. ഇന്ന് ഭാര്യ ഒരു വരുമാനം കൊണ്ടുവരുന്നത് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഭർത്താക്കന്മാരുണ്ടാകുമോ? ഭാര്യയുടെ ഒരു വരുമാനം കിട്ടുന്ന സമയത്ത് അത് ഭർത്താക്കന്മാരെ സ്വാഭാവികമായിട്ടും ഒരു സപ്പോർട്ടീവായിട്ട് മാറുന്നതുകൊണ്ട് തന്നെ അവർ സപ്പോർട്ട് ചെയ്യും. പക്ഷെ അവർക്ക് വിശ്വാസം വേണം ഇതിലൂടെ വരുമാനം കിട്ടും എന്നുള്ളത്, ഭാര്യ നല്ലൊരു കമ്പനിയിലാണ് വന്നത് എന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ സപ്പോർട്ട് ചെയ്യും. അതിനാണ് മാക്സിമം നമ്മൾ ഹോം മീറ്റിങ്ങിന് പ്രാധാന്യം കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈ സർവൈവൽ പീരീഡ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഹോം മീറ്റിംഗ് തന്നെയാണ്. വീട്ടുകാരെ നമ്മൾ നാട്ടുകാരൊക്കെ ബോധ്യപ്പെടുത്തി, വീട്ടിൽ സപ്പോർട്ട് ഇല്ലെങ്കിലും അപ്പോൾ വീട്ടുകാരെ നമ്മൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വേണം സ്വാഭാവികമായിട്ട് ബിസിനസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഘട്ടത്തിൽ പരമാവധി നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ അറിയുന്ന പരമാവധി ആളുകളിലേക്ക് പ്രോഗ്രാം കൊടുക്കുക. അപ്പം എല്ലാവരും ഉള്ള പ്രധാനപ്പെട്ട ഘടകം എന്താ അറിയോ, ഇതിൽ ചെയ്യേണ്ട ഫസ്റ്റ് ഒരു ഘടകമുണ്ട്, എല്ലാ പ്രോഗ്രാമിലും പറഞ്ഞ കാര്യമാണ് ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ് എന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന 42+8 50 പേരുണ്ട്. ഈ 50 പേര് എത്ര പേർക്ക് നമുക്ക് ലിസ്റ്റ് പ്രോപ്പറായിട്ടുള്ള ലിസ്റ്റ് ഉണ്ട്? ഒരു 200 പേരെ ലിസ്റ്റ് കമ്പനി ഇടണമെന്നാണ് പറയുന്നത്. 200 പോട്ടെ, ഒരു 50 പേരുടെങ്കിലും ലിസ്റ്റ് നമ്മളെ കയ്യിൽ വേണ്ട എപ്പോഴും, ഒരു 50 പേരുടെ ലിസ്റ്റ്. അപ്പോൾ ഈ 50 പേരുടെ ലിസ്റ്റ് പലപ്പോഴും ഇടാൻ പറയുന്ന സമയത്ത്, ഇത് ഇടാത്ത സമയം പല ആൾക്കാർ പറയും, ഞാൻ സാറേ പ്രോഗ്രാം ഇപ്പം എൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ, പുതിയ ഡിസ്ട്രിബ്യൂട്ടർ കഴിഞ്ഞ ദിവസം വന്ന് 2 ആഴ്ച ആയിട്ടുള്ളൂ. ഞാൻ കുറേ ആൾക്കാർ പറഞ്ഞു ആരും ബിസിനസ്സിൽ വരുന്നില്ല സാറേ, കുറേ ആൾക്കാർ പറഞ്ഞു എന്നെ നെഗറ്റീവ് ആക്കാണ്, എല്ലാവരും പ്രൊഡക്റ്റ് വില കൂടുതലാണ്, അങ്ങനെ പറയും. ഞാൻ ചോദിച്ചു, നമ്മൾ 3-4 തവണ പറഞ്ഞാണ് ലിസ്റ്റ് ഇടണമെന്ന്, നിങ്ങൾ ഇട്ട ലിസ്റ്റ് കാണിക്കാൻ പറഞ്ഞു. ലിസ്റ്റ് ഇട്ടിട്ടില്ല. ലിസ്റ്റ് ഇടാണ്ട് എങ്ങനെ നമ്മളെ കൂടെ ബിസിനസ്സിൻ്റെ ആൾ വരാം? അപ്പോൾ ഇന്ന് എല്ലാവരും ചെയ്യേണ്ട കാര്യം, ലിസ്റ്റ് ഇല്ലാത്ത ആളുകൾ, ഏത് റാങ്കുള്ള ആളുകളാണെങ്കിലും ഒരു മിനിമം ഒരു 50 പേരുടെയെങ്കിലും ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുക. നിങ്ങൾ 50 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ ഗ്യാരണ്ടി ഞാൻ പറയാം, ഒരു 10 പേരെങ്കിലും നിങ്ങളെ ബിസിനസ് ഡേ സ്റ്റാർട്ട് ചെയ്യും. ഈ 50 പേര് നിങ്ങൾ പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ
10 പേരെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ ബിസിനസ് വരാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. അപ്പം എല്ലാവരും ഡിസ്ലേക്ക് കിടക്കാം. ഇനി രണ്ടാമത്തെ ഘട്ടം നമുക്കറിയാം. രണ്ടാമത്തെ ഘട്ടത്തിലാണ് നമ്മൾ സ്റ്റെബിലിറ്റി ബിൽഡ് എന്ന് പറയുന്നത്. ഈ ബിസിനസ്സിൽ നമുക്ക് ടീം ഉണ്ടായി വരുന്ന സമയം, സ്ഥിരത കൈവരിക്കുന്ന സമയം, രണ്ടാമത്തെ ഘട്ടം. ഈ രണ്ടാമത്തെ ഘട്ടം എന്ന് തുടങ്ങുന്നത് ഒരു DTC മുതൽ ഒരു STC റാങ്ക് വരെയാണ് ഇതിലൊരു സ്റ്റെബിലിറ്റി പീരീഡ് എന്ന് പറയുന്നത്. ഒരു 3 മുതൽ 4 വർഷം വരെ എടുത്തേക്കാം. ഒരു DTC ഒരു 3 വർഷം കൊണ്ടെങ്കിലും നമ്മൾ DTC റാങ്കിലേക്ക് എത്തണം. ഒരു 4 വർഷം വരെയൊക്കെ ഒരു STC ആവാൻ എടുത്തേക്കാം. ഇതാണ് ഒരു സ്റ്റെപ്പ്. ഒരു നോർമൽ ഗ്രോത്ത് ഞാൻ പറയുന്നത്. ഇപ്പം അതിനേക്കാൾ വേഗത്തിൽ പോകുന്ന എത്രയോ ലീഡേഴ്സ് ഉണ്ട്. ഞാൻ ഒരു ആവറേജ് ഒരു സ്പീഡാണ് ഞാൻ പറയുന്നത്. ഒരു 3 മുതൽ 4 വർഷം വരെ ഒരു DTC ടു STC ആണ് നമുക്കൊരു സ്റ്റെബിലിറ്റി പീരീഡ് എന്ന് പറയുന്നത്. ഈ സമയത്താണ് ശരിക്കും നമ്മളെ കൂടെ ഒരു ടീമുകൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ടീമൊക്കെ കടന്നു വരാം. അതുപോലെ ടീമൊക്കെ വരും, പക്ഷേ അവരൊന്നും നമ്മളെ കൂടെ നിൽക്കണമെന്നോ അല്ലെങ്കിൽ നമ്മളെ ഉദ്ദേശിച്ച രീതിയിലുള്ള ടീമൊന്നും ആയിക്കണമെന്നില്ല. ഇപ്പൊ നമ്മൾ DTC ആവുന്നതോട് കൂടി നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ ഇതിൽ പഠിച്ചു തുടങ്ങും. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞു തുടങ്ങും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ കൂടെ നമുക്ക് ടീം വന്നു തുടങ്ങും. ഈ സമയത്താണ് നമ്മളെ കൂടെ ടീം വരിക. ഈ വന്ന ടീമിനെ നമുക്ക് കൃത്യമായിട്ട് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാം. അവരെ കൃത്യമായിട്ട് വർക്ക്ഷോപ്പിലേക്ക് പഠിപ്പിക്കണം. കൃത്യമായിട്ട് അവരെ പ്ലാൻ പറയാൻ പഠിപ്പിക്കണം. കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പഠിപ്പിക്കണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്ന സമയമാണ് ഈ ഒരു സ്റ്റെബിലിറ്റി പീരീഡ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഘട്ടം. ഈ ഘട്ടത്തിലൂടെയാണ് ഇപ്പം നമുക്കറിയാം. ഇപ്പൊ DTC, ഇപ്പൊ മുരളി സാർ DTC റാങ്ക് ആണ്. അങ്ങനെ ഓരോ റാങ്കും ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പൊ ടീം കടന്നു വരുന്ന സമയമായിരിക്കും മുരളി സാറിനൊക്കെ. അങ്ങനെ ആ ഘട്ടം നമ്മൾ രണ്ടാമത്തെ ഘട്ടം ഒരു 3 മുതൽ 4 വർഷം വരെ ഒരു പക്ഷേ എടുത്തേക്കാം അവിടുന്ന്. ശരിക്കും അത് കഴിഞ്ഞിട്ടാണ് ഒരു ഗ്രോത്ത് പീരീഡ്. ഒരു മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഗ്രോത്ത് പീരീഡാണ്. ഒരു RTC NTC, ഇപ്പൊ ഞാൻ പ്രദീപ് സാർ ഇരിക്കുന്ന റാങ്ക്, ബിബി സാർ ഇരിക്കുന്ന റാങ്ക്, ഇപ്പൊ ഞാനൊക്കെ ഇരിക്കുന്ന റാങ്ക്, ഒരു RTC ടു NTC എന്ന് പറഞ്ഞാൽ ഒരു ഗ്രോത്ത് പീരീഡാണ്. സക്സസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സക്സസ് ആയി എന്ന് പറയുന്നില്ല, ഞങ്ങൾ സക്സസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ലീഡേഴ്സാണ്. ഒരു RTC NTC ഒരു 5 മുതൽ 6 വർഷം വരെയൊക്കെ ഒരു പക്ഷേ ഒരു RTC ടു NTC ആയി എടുത്തേക്കാം. ഒരു 6 വർഷം വരെയൊക്കെ ആവാം NTC ആവാൻ വേണ്ടി. ഇപ്പൊ ഞാൻ സംബന്ധിച്ച് 6 വർഷം കൊണ്ടാണ് NTC എന്ന റാങ്കിലേക്ക് എത്തിയത്. ആ ഒരു സമയമാണ് ഗ്രോത്ത് പീരീഡ്. ഈ സമയത്താണ് പ്രത്യേകിച്ച് ബിൽഡ് ടീം. ഈ ഒരു RTC NTCന്റെ ഒക്കെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി തന്നെ ബിൽഡ് ലീഡേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ്. ഇപ്പൊ സാറൊക്കെ കൂടെ ഒരുപാട് ലീഡേഴ്സ് ഇപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും. ഈ സമയങ്ങളിൽ നമ്മളെ കൂടെ ലീഡേഴ്സൊക്കെ ഒരുപാട് കടന്നു വരാം. നമ്മളെ പോലെ ഏറ്റെടുക്കുന്ന കുറേ ലീഡേഴ്സ് കടന്നു വരും. ഇപ്പോൾ ഒരു RTC NTC ചെയ്യുന്ന കാര്യം അവർക്ക് സിസ്റ്റം സ്പ്രെഡ് ചെയ്യുക, ടീമിലേക്ക് സ്പ്രെഡ് ചെയ്യുക. അതിന് വേണ്ടിയാണ് നമ്മൾ RTPകൾ സംഘടിപ്പിക്കുന്നത്, കട്ടിംഗ് കറ്റുകൾ സംഘടിപ്പിക്കുന്നത്, വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുന്നത്. ഈ സമയത്ത് നമ്മളെ കൂടെ നമ്മളെ പോലെ തന്നെ കപ്പാസിറ്റിയുള്ള ഒരുപാട് ലീഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. വന്ന ടീമൊക്കെ ഒരു പക്ഷേ ലീഡേഴ്സ് ആയിട്ട് വരുന്ന സമയം മൂന്നാമത്തെ ഘട്ടം ഒരു 4 മുതൽ 6 വർഷം വരെയൊക്കെ എടുത്തേക്കാം. ശരിക്കും ഇവിടുന്ന് അങ്ങോട്ടാണ് യഥാർത്ഥ ഗ്രോത്ത്. 4ാമത്തെ സ്റ്റേജിലേക്ക് സക്സസ് പീരീഡ് എന്ന് പറയും. ഈ സമയം ഒരു CTC റാങ്ക്. ഇപ്പൊ നമ്മളെ മൈലേഷൻ ബിസിനസ്സിൽ ഒരു സക്സസ് റേഷ്യോ, ഒരു യഥാർത്ഥ സക്സസിൽ എത്തുന്ന റാങ്ക് ഒരു CTC റാങ്കാണ്. ഇപ്പൊ CTC റാങ്കിലുള്ള ഓരോ ലീഡേഴ്സിന് എടുത്തു നോക്കുക. ഒരു മാസം ആവറേജ് ഒരു 2 ലക്ഷത്തിന് മുകളിൽ വരുമാനം മേടിക്കുന്ന ലീഡേഴ്സ് ആണ് ഒരു CTC ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഇതിലെ ഒരു സക്സസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ലീഡേഴ്സ്. അപ്പൊ നമ്മള് ഒരു 6 മുതൽ 8 വർഷം വരെയൊക്കെ ആയിരിക്കാം ഒരു CTC റാങ്കിന്റെ ഒരു ആവറേജ് കാലാവധി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് 5ാമത്തെ ഘട്ടം ഇൻവെസ്റ്റ്മെന്റ് സ്റ്റേജ്. 5ാമത്തെ ഘട്ടം ഇൻവെസ്റ്റ്മെന്റ് സ്റ്റേജ്. അതായത് ITC ലീഡേഴ്സ്. ഒരു ITC ലീഡേഴ്സ് ആണ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റേജ്. ഒരു 10 വർഷം വരെ എടുത്തേക്കാം മാക്സിമം. 10 വർഷം വേണ്ട. ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ ഒരു നോർമൽ സ്റ്റേജാണ് പറഞ്ഞത്. ഒരു 10 വർഷം കൊണ്ട് എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് ITC ആവാം. ഒരു ITC ആയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ആലോചിക്കാം. നമ്മുടെ ബെല്ലി സാറെ സംബന്ധിച്ച് ബെല്ലി സാറിന് ഏകദേശം 5-5 ലക്ഷം രൂപ ചിട്ടിയിലേക്ക് തന്നെ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ചിട്ടിയിലേക്ക് മാത്രം അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പം ഇവിടെ അടുത്ത് ഒരു 2 മാസം മുമ്പ് അദ്ദേഹം 2.5 കോടിയുടെ ഒരു പ്രോപ്പർട്ടി താമരശ്ശേരി സ്ഥലം അദ്ദേഹം വാങ്ങിച്ചു. ഇതൊക്കെ ഇൻവെസ്റ്റ്മെന്റുകളാണ്. ഈ സമയത്താണ് ഇൻവെസ്റ്റ്മെന്റ് നടക്കുക. ഇപ്പൊ ശൈലേഷ് സാർ ഏകദേശം 2-2.5 ലക്ഷം രൂപ ഒരു മാസം ചിട്ടിക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. ITC ബിജു പി കെ സാർ ഏകദേശം 2 ലക്ഷത്തിന് മുകളിൽ ചിട്ടിക്ക് ഒരു മാസം അടയ്ക്കുന്നുണ്ട്. ഇപ്പൊ ശ്രീധരൻ സാർ ITC ഇപ്പം 10 ലക്ഷം രൂപയുടെ ഒരു വീടും സ്ഥലത്തും വാങ്ങിച്ചു. ഇതൊക്കെ ഇൻവെസ്റ്റ്മെന്റ്, ഒരു ITC റാങ്ക് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ നമ്മൾ കാണേണ്ട കാര്യം ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റേജ് തുടക്കം മുതൽ നമുക്ക് കാണാൻ സാധിക്കണം. പല ആളുകളും 1 വർഷം ചെയ്തു, 6 മാസം ചെയ്ത് എന്നെ കൊണ്ട് പറ്റുന്നില്ല സാറേ, എനിക്കിതൊന്നും കിട്ടുന്നില്ല, എനിക്ക് വന്നിട്ട് ഇതിൽ നഷ്ടം മാത്രമേ ഉള്ളൂ, ഇങ്ങനെ പറഞ്ഞ് പരാതിപ്പെട്ട് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവരെ സംബന്ധിച്ച് പരാതിപ്പെട്ട് വിട്ടുപോകാനുള്ള കാരണം ഈ ഒരു ഘട്ടത്തിലേക്ക് ഒരു എന്താ പറയാ ഈ 4ഉം 5ഉം ഘട്ടങ്ങൾ കാണാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതാണ്. നമ്മൾ ഇപ്പോഴേ ചെയ്യേണ്ടത്, നമ്മൾ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 വർഷമോ 7 വർഷമോ ഏറ്റവും മിനിമം 10 വർഷമെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ
സക്സസ് ആവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മളെ കൂടെ ഇപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ ഓരോരുത്തരും എടുത്തു നോക്കാം. 10 വർഷവും 20 വർഷവും 30 വർഷമൊക്കെ ജോലി ചെയ്ത ആളുകൾ ഉണ്ടാവില്ലേ? ഈ 10 വർഷവും 20 വർഷം 30 വർഷം ജോലി ചെയ്തിട്ട് ഇപ്പോഴും കാര്യമായിട്ട് വലിയൊരു ഗ്രോത്തിലേക്ക് എത്താത്ത എത്രയോ ഫാമിലി ഇല്ലേ? ഇപ്പോഴും സാധാ ലെവലിൽ പോലെ തന്നെ വലിയ മാറ്റങ്ങളൊന്നും. ഒരു മിനിറ്റ്. വലിയ ഗ്രോത്തിലേക്ക് എത്താത്ത എത്രയോ ഫാമിലി ഉണ്ട്. അപ്പം ചിലപ്പം ഭർത്താവ് 20 വർഷമായിട്ട് ജോലിക്ക് പോകുന്നുണ്ടാവും, ഇപ്പോഴും വലിയ മാറ്റം ഉണ്ടാവില്ല. ഭാര്യ ഒരു വർഷം ഐലഫ് ചെയ്യുമ്പോൾ തന്നെ നീ കുറെ കാലമായല്ലോ പോകാൻ തുടങ്ങിയിട്ട് എന്താ ഉണ്ടാക്കിയതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു 2-3 വർഷം ആകുമ്പോഴത്തേനെ ഈ ബിസിനസ്സിലൂടെ നമുക്ക് ടീം വളർന്നു തുടങ്ങും. ആ ടീമിലൂടെയാണ് നമ്മൾ പിന്നീട് ഗ്രോത്തിലേക്ക് എത്തുക. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 ഘട്ടങ്ങളാണ്. ഈ 5 ഘട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ആർക്കും ഒരു സക്സസ് ആവാൻ പറ്റും. മൈലേഷൽ ബിസിനസ് 10 വർഷം ചെയ്ത് സക്സസ് ആവാത്ത ഏതെങ്കിലും ഒരു ലീഡറെ കാണിച്ചു തരാൻ പറ്റുമോ? 10 വർഷം മൈലൈഫ് ചെയ്തിട്ട് സക്സസ് ആവാത്ത എത്രയോ ആളുകൾ, 10 വർഷം ബിസിനസ് ചെയ്തിട്ട് സക്സസ് ആവാത്ത എത്രയോ ആളുകൾ എനിക്കറിയാം. 10 വർഷം ജോലി ചെയ്ത് സക്സസ് ആവാത്ത എത്രയോ ആളുകൾ എനിക്കറിയാം. പക്ഷെ 10 വർഷം മൈലേഷ് ചെയ്ത് സക്സസ് ആവാത്ത ഒരാളെ പോലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. 10 വർഷം ചെയ്ത പ്രസാദ് സാർ നിങ്ങൾ എടുത്തു നോക്കും. ഒരു മാസം ഇന്ന് ആവറേജ് ഒരു 20 ലക്ഷത്തിന് മുകളിൽ വരുമാനം വാങ്ങുന്ന ആളാണ് പ്രസാദ് സാറ്. 10 വർഷം ചെയ്ത സോമകുമാർ സാർ നിങ്ങൾ എടുത്തു നോക്ക്. 10 വർഷം കൊണ്ട് ആവറേജ് 20 ലക്ഷത്തിന് മുകളിൽ വരുമാനം മേടിക്കുന്ന ആളാണ് സോമകുമാർ സാറ്. നമ്മളെ ഡയമണ്ട് അനീൽ സാറ് 10 വർഷം ബിസിനസ് കംപ്ലീറ്റ് ചെയ്ത ആളാ. ഇന്ന് ആവറേജ് ഒരു മാസം വരുമാനം 30 ലക്ഷത്തിന് മുകളിൽ മേടിക്കുന്ന ആളാ. ഇന്ന് 9 വർഷത്തോളം കംപ്ലീറ്റ് ചെയ്ത ആളാണ് ബെല്ലി സാറ്. ബെല്ലി സാർ ഇന്ന് ഏകദേശം 10 ലക്ഷത്തിന് മുകളിൽ മാസ വരുമാനം മേടിക്കുന്ന ആളാ. ശൈലേഷ് സാറ് 9 വർഷം പൂർത്തിയാക്കണം, ഇന്ന് ഏകദേശം 5 ലക്ഷത്തിന് മുകളിൽ മാസ വരുമാനം മേടിക്കുന്ന ആളാണ്. അങ്ങനെ ഓരോ ആളെ എടുത്തു നോക്കുക. ഒരു 10 വർഷം ഈ ബിസിനസ് ചെയ്ത ഒരാൾ പോലും സക്സസ് ആവാതെ പോയിട്ടില്ല. അപ്പൊ ഒരു 10 വർഷം നമ്മൾ കാത്തുന്നൂടെ? ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ഒരു 10 വർഷം കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയെങ്കിലും നമുക്ക് മാസ വരുമാനം കിട്ടുന്ന ഉറപ്പുള്ള എത്ര പേരുണ്ട്? വിരലിൽ എണ്ണാവുന്ന ആളുകളെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ നിങ്ങൾ ഒരു 10 വർഷം ചെയ്തു കഴിഞ്ഞാൽ ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും മിനിമം ഒരു മാസം ഒരു 5 ലക്ഷത്തിന് മുകളിൽ വരുമാനം കിട്ടും ഒരു 10 വർഷം ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ സ്റ്റെബിലിറ്റിയോട് കൂടി പോവുകയാണതാ. അതിനെല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഗവൺമെന്റ് ഭാഗത്തുനിന്ന്, നമ്മുടെ ഓർഗനൈസേഷന്റെ ഭാഗത്തുനിന്ന്, കമ്പനിയുടെ ഭാഗത്തുനിന്ന്. അപ്പൊ കമ്പനിയുടെ ഒക്കെ മാറ്റം നമ്മൾ അറിയുന്നില്ലേ? കഴിഞ്ഞ ദിവസം കമ്പനിയിൽ നമ്മളെ ബോംബെ നടന്ന പ്രോഗ്രാമായി ബന്ധപ്പെട്ട് നമ്മളെ MD പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾ ഈ ബിസിനസ് നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ അടുത്ത 3-4 വർഷം കൊണ്ട് നിങ്ങളൊക്കെ കോടീശ്വരനാക്കി മാറ്റാൻ സാധിക്കുന്നു. ഇപ്പം 1000-ഓളം ആളുകളാണ് കഴിഞ്ഞ NTC എബോ മീറ്റിംഗ് പങ്കെടുത്തത്. അടുത്തൊരു 5 വർഷത്തെ കമ്പനിയുടെ വിഷൻ പറയുന്നത് അടുത്ത 5 വർഷം കഴിയുമ്പോഴാണ് ഈ NTC കൺവെൻഷൻ നടക്കുക. ആ സമയത്ത് ഏറ്റവും മിനിമം 4000 ആളുകളെങ്കിലും NTC എബോ ലീഡേഴ്സ് ആയിട്ട് അവിടെ വരുന്ന പറയുന്നത്. ഇപ്പൊ 1000-ലധികം കോടീശ്വര ITC എബോ ലീഡേഴ്സ് മിനിമം 1000 ആളുകൾ 2030 ആവുന്ന സമയത്ത് കമ്പനി വരുന്നതാണ്. ഇപ്പം നമുക്ക് ഏകദേശം 150-ന്റെ അടുത്ത് പ്രൊഡക്റ്റുകളാണ് നമുക്കുള്ളത്. അടുത്ത 4 വർഷം, അതായത് 2030 ആവുന്ന സമയത്ത് ഏറ്റവും മിനിമം 1000 പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ കയ്യിലേക്ക് തരുന്ന പറഞ്ഞത്. മിനിമം 1000 പ്രൊഡക്റ്റ് നമ്മുടെ കമ്പനിയിൽ ഉണ്ടാവുന്ന പറയുന്നത്. ഇപ്പം വന്ന് ഓരോ പ്രൊഡക്റ്റ് നിങ്ങൾ നോക്കിയേ. ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ ഒരു 10 പ്രൊഡക്റ്റ് എടുത്ത് നോക്കിയേ. മൊണോപ്പൊളി ആയിട്ട് ഒരു നമ്മളെ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ. ഇപ്പൊ ലേറ്റസ്റ്റ് വരാൻ പോകുന്ന വെരിക്കോസ് വെയിന്റെ പ്രൊഡക്റ്റ്, ലേറ്റസ്റ്റ് വരാൻ പോകുന്ന മൈഗ്രെയിന്റെ പ്രൊഡക്റ്റ്. ഇന്ന് ടെൻഷൻ കാരണം പല ആൾക്കും മൈഗ്രെയിൻ പ്രശ്നങ്ങളാണ്. അതിനൊക്കെയുള്ള പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റുകൾ. ഇപ്പൊ ലേറ്റസ്റ്റ് ഇറങ്ങിയ പൈൽസിനുള്ള പ്രൊഡക്റ്റ്, നെർവ് എനർജി ആർക്ക് കൊടുത്ത എനിക്കറിയില്ല. നെർവ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ 100-110% റിസൾട്ടുകളാണ്. അതേപോലെ തന്നെ ഓരോ പ്രൊഡക്റ്റുകളും ഇപ്പം കുട്ടികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള ദഹന പ്രശ്നങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ, അതിനെപ്പറ്റി ആയുർ എന്ന പ്രൊഡക്റ്റ്. അതേപോലെ തന്നെ നമുക്ക് വൈറ്റമിൻ സിന്റെ പ്രശ്നങ്ങൾ കാരണം സ്കിന്നിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റുകൾ. മുരിങ്ങ, ഇപ്പൊ നമുക്ക് ജോയിന്റ് പെയിനും മറ്റും നമുക്ക് കൊടുക്കുന്നതാണ്, ഏറ്റവും കൊടുക്കുന്നതാണ് ഈ നോവേദന ക്യാപ്സൂൾ പോലുള്ള പ്രശ്നങ്ങൾ. ഇപ്പൊ അതിനെ ഏറ്റവും കൊടുക്കാൻ പറ്റും മുരിങ്ങ. അങ്ങനെ മൊണോപ്പൊളി ആയിട്ട് കോമ്പറ്റീഷൻ ഇല്ലാതെ കുറെ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ മാർക്കറ്റിൽ എത്തിക്കേണ്ട ആവശ്യകത നമുക്കുണ്ട്. ഇത് എത്തിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വീണ്ടും മേടിക്കും. ആൾക്കാർക്ക് എന്താ പറ്റിയ വരുമാനം കൃത്യമായിട്ട് എത്താൻ സാധിക്കും. അപ്പൊ അതൊക്കെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിനെ നമ്മൾ സെൻസിറ്റീവ് മാറ്റങ്ങൾ വരുത്താം. അതിന് ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് വേണ്ടം ചെയ്യാം. അതായത് ഈ ബിസിനസ്സിൽ നമ്മൾ അനിൽ സാർ പറഞ്ഞൊരു കാര്യങ്ങളാണ്. ഇതിൽ 10 കൽപ്പനകൾ ഉണ്ട്. അതായത് ഒരു 10 കമാൻഡേഴ്സ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റിയാണ്. നമ്മൾ ഒരു മേഖലയിൽ കൊടുക്കുന്ന പ്രയോറിറ്റിക്ക് അനുസരിച്ചാണ് നമുക്ക് റിസൾട്ട് വരിക. പല ആളുകളും ചെയ്യുന്നത് എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമുക്ക് ഒഴിവുണ്ടെങ്കിലും മൈലേജ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ സക്സസ് ആയിക്കൊള്ളുന്നില്ല.
അപ്പൊ ഇതിനൊരു പ്രയോറിറ്റി, ഒരു പ്രാധാന്യം കൊടുക്കണം. നിങ്ങൾ 1ാം സ്ഥാനം 2ാം സ്ഥാനം കൊടുക്കണം പറയില്ല, പക്ഷെ ഒരു 3ാം സ്ഥാനെങ്കിലും നമ്മൾ മൈലേജ് സ്റ്റൈൽ നിങ്ങൾ കൊടുക്കണം. ഇന്നിപ്പോ എന്റെയൊക്കെ 1ാം സ്ഥാനം മൈലേജ് സ്റ്റൈല, അത് കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും 1, 2 നിങ്ങൾ കൊടുക്കണം എന്ന് പറയുന്നില്ല, പക്ഷെ ഒരു 3ാം സ്ഥാനെങ്കിലും പ്രയോറിറ്റി, മുൻഗണന കൊടുക്കണം. നമ്മൾ ഇതിന് എത്രത്തോളം പ്രയോറിറ്റി കൊടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മളെ റിസൾട്ട് വരാം. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മളെ ഡാഷ്ബോർഡ് നോക്കുന്ന സമയത്ത്, നമ്മളെ സൈറ്റ് ഓപ്പൺ ചെയ്ത് ഡാഷ്ബോർഡ് നോക്കുന്ന സമയത്ത് ഏറ്റവും മിനിമം, ഞാൻ ഈ പറഞ്ഞ ഈ മിനിമം ഇൻകം കണ്ടീഷനെങ്കിലും നമുക്ക് മേടിക്കാനുള്ള BV കയറിയെന്ന് ഉറപ്പ് വരുത്തുക. അത് കയറിയിട്ടില്ലെങ്കിൽ നമുക്ക് വെറി വരണം. ഇവിടെ വെള്ളിയാഴ്ചയും കണക്കാണ്, തിങ്കളാഴ്ചയും കണക്കാണ്, ബുധനാഴ്ചയും കണക്കാണ്, എല്ലാ ദിവസവും കണക്കാവരുത്. വെള്ളിയാഴ്ചക്ക് അതിന്റെ പ്രാധാന്യം കൊടുക്കണം. ഫ്രൈഡേ ഇസ് ദ ബിഗ് ഡേ എന്ന് പറയാം. വെള്ളിയാഴ്ച ആയി കഴിഞ്ഞ് സെയിൽസ് കയറിയിട്ടില്ലേണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ ഒരു ഇറിറ്റേഷൻ വരണം വെള്ളിയാഴ്ച സെയിൽസ് കയറിയിട്ടില്ലെങ്കിൽ. അപ്പൊ അതിനുള്ള പണികൾ കൃത്യമായിട്ട് ചെയ്യാം. വെള്ളിയാഴ്ചകൾക്ക് കൃത്യമായ പ്രാധാന്യം കൊടുക്കുക. അതേപോലെ തന്നെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മുൻഗണന, മൈലേജ് തന്നെ. കുറച്ചപ്പോ ജോലിക്ക് പോകുന്ന ആള് 8-10 മണിക്കൂർ പോകുന്നില്ലേ? ഇപ്പൊ സാധാരണ ജോലിക്ക് പോകുന്ന ആൾക്ക് കിട്ടുന്ന വരുമാനം ഒരു 15,000 അല്ലെങ്കിൽ ഒരു 20,000 രൂപ. ഇപ്പൊ സാധാരണ ആവറേജ് സ്ത്രീകളാണെങ്കിൽ 12,000 രൂപയ്ക്കാണ് ആവറേജ് വരുമാനം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോകുന്നുണ്ട്. ഇവിടെ നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒന്നും മൈലേജ് ചെയ്യണമെന്ന് പറയുന്നില്ല. ഒരു 3-4 മണിക്കൂർ ഡെയിലി മാറ്റി വെക്കുകയാണെങ്കിൽ ഏറ്റവും മിനിമം ഒരു 15,000 മാസം കിട്ടും, ഏറ്റവും മിനിമം. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. രണ്ടാമത്തെ കാര്യമാണ്, പ്രധാനപ്പെട്ട കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. ഈ ബിസിനസിന്റെ ആപ്തവാക്യം അല്ലെങ്കിൽ ബിസിനസിന്റെ എന്താ പറയാ നാഡി എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷനാണ്. പ്രോപ്പർ ആയ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ടീം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ബ്രാഞ്ച് 1, ബ്രാഞ്ച് 2. ഈ ബ്രാഞ്ച് 1, ബ്രാഞ്ച് 2 ആളുകളെ നമ്മൾ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. ഡെയിലി നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയാൽ മാത്രമാണ് നമ്മളെ കൂടെ നല്ലൊരു ടീം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് വരുന്ന സമയത്താണ് സ്വാഭാവികമായിട്ടും പല ആളുകളും ടീം നശിക്കുന്നത്, പല ആളുകളും ടീം നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആക്കുക. അപ്പൊ പലപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടത് റോങ് ആയിട്ട് പോകരുത്. നമ്മുടെ ടീമിലേക്കാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിപ്പം പേഴ്സണൽ ലീഡേഴ്സ് ആയിട്ട് സംസാരിക്കാം, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ അതൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു പരിധി വെച്ചുകൊണ്ട് സംസാരിക്കുക. ആ പരിധി വിട്ടു പോകുന്ന സമയത്താണ് പലപ്പോഴും മറ്റു പല പ്രശ്നങ്ങളൊക്കെ ടീമിലേക്ക് വരുന്നതും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ ഈ ബിസിനസ്സിലെ കൃത്യമായിട്ടാണ്. ലീഡേഴ്സ് അസോസിയേറ്റിനെ വിളിക്കുകയും അസോസിയേറ്റ് ലീഡേഴ്സിനെ വിളിക്കുക എന്നത് രണ്ടും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഈ വിളിക്കുന്ന സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. അനാവശ്യമായിട്ട് ചില ആൾക്കാരെ വിളിച്ച് ഓവറായിട്ട് വെറുപ്പിച്ച് കൈ കൊടുക്കും, അത് നിർത്തുക. നമുക്കൊരു ലീഡേഴ്സിനെ വിളിക്കുന്ന അല്ലെങ്കിൽ ഒരു അസോസിയേറ്റിനെ വിളിക്കുന്ന സമയത്ത് അവർക്ക് ആവശ്യമുള്ള കാര്യം സംസാരിക്കുക. ഓവറായിട്ട് നമുക്ക് എന്താ പറയാ, ഓവറായിട്ട് കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവർക്ക് തന്നെ ഒരു അരോചകമായിട്ട് തോന്നും. ഈ കമ്മ്യൂണിക്കേഷൻ ചില ആൾക്കാർ ലീഡേഴ്സ് വിളിക്കുന്നത്, ആ ചെങ്ങായി വിളിക്കുന്നുണ്ട് എന്തിനാ വിളിക്കുന്നത്, അങ്ങനെ തോന്നരുത്. ലീഡേഴ്സ് വിളിക്കുന്ന സമയത്ത് ലീഡേഴ്സിന്റെ ഫോൺ വരുന്ന സമയത്ത് തന്നെ അപ്പോൾ റെസ്പെക്ട്. എന്റെ സമയത്ത് ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ബെല്ലി സാറെ കോൾ വന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ ഒന്ന് നേർന്നു. ആ ഒരു റെസ്പെക്ട് നമ്മളെ ലീഡർമാരെ കോൾ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് ചെങ്ങായി കോൾ വരുന്നുണ്ടല്ലോ എന്ന രീതിയിൽ ആ രീതിയിലേക്ക് പോകരുത് കമ്മ്യൂണിക്കേഷൻ. അതേപോലെ തന്നെ നമ്മൾ ലീഡേഴ്സിനെ വിളിക്കുന്ന സമയത്തും കൃത്യമായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് എന്താ പറയുക ലീഡേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അങ്ങനെ ആ ഒരു അപ്ലൈൻ അസോസിയേറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയി കഴിഞ്ഞാൽ ടീമിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാണ്ടാവാൻ സാധിക്കും. അപ്പോൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകമാണ് കമ്മ്യൂണിക്കേഷൻ. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് സീറോ ഈഗോ ഉള്ള ആളുകളായിട്ട് മാറുക. ഇന്ന് ബിസിനസ് നശിച്ച പല ആൾക്കാരെ അല്ലെങ്കിൽ ബിസിനസ് വിട്ടു പോകുന്ന പല ആൾക്കാരെ ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ബിസിനസ് നശിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈഗോ. ഈ 3 വാക്ക. ഈഗോ ഇല്ലാതിരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട. ഈഗോ തലക്കി കയറി കഴിഞ്ഞാൽ ബിസിനസ് ഓട്ടോമാറ്റിക് ആയിട്ട് താഴെ പോകും. ചില ആളുകൾക്ക് കുറച്ച് വരുമാനം വരുമ്പോൾ തന്നെ, ഒന്ന് ലീഡർഷിപ്പ് വരുമ്പോൾ തന്നെ ഞാൻ എല്ലാം ആയി, പിന്നെ വേറെ ആരും വേണ്ട എന്ന രീതിയിലൊക്കെ വരും. അപ്പൊ അത് സമയത്ത് പാടില്ല. ഈഗോ ലീഡേഴ്സ് ആയിട്ടാണെങ്കിലും അസോസിയേറ്റ് ആയിട്ടാണെങ്കിലും ഒക്കെ ഈഗോ വെടിയാം. നമ്മൾ അനീസ് സാർ എപ്പോഴും പറയുന്ന വാക്കാണ്, ഈഗോ വെടിഞ്ഞാൽ മാത്രമാണ് ഈ ബിസിനസ് സക്സസ് ആവാൻ സാധിക്കുള്ളൂ. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഈഗോ വെടിയാം. നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു കമാൻഡ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് ആണ്. ഈ ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ റിക്രൂട്ട്മെന്റുകൾ എല്ലാ മാസവും എല്ലാ ആഴ്ചയിലെങ്കിലും ഒരാളെങ്കിലും പുതുതായിട്ട് ബിസിനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒരു മാസം ഒരു 4 പേരെങ്കിലും. ഇപ്പൊ എന്റെ ടീമിൽ ഒരു മാസം 4 പേരെ കൊണ്ടുവരുന്ന ആളെ സംബന്ധിച്ച് ഞങ്ങളൊരു കിങ് മേക്കർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്പെഷ്യൽ ആദരവ് കൊടുക്കുന്നുണ്ട്. 4 പേരെ ബിസിനസ്സിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ കിങ് മേക്കറാണ്. അവരെ കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവർക്കും ആദരവ് കൊള്ളും. അപ്പം മാക്സിമം എന്ത് ചെയ്യുക,
റിക്രൂട്ട്മെന്റിനെ പ്രോത്സാഹിപ്പിക്കാം. നമുക്ക് വേണ്ടത് ഒരു ടീമാണ്. നമ്മൾ അസറ്റ് എന്ന് പറഞ്ഞ ടീമാണ്. ഈ ടീം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം നേടാൻ സാധിക്കുള്ളൂ. അപ്പൊ ഈ ടീമിനെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് റെഗുലർ റിക്രൂട്ട്മെന്റുകൾ നമ്മൾ റെഗുലർ ആക്കുക, ശീലാക്കി മാറ്റുക. അപ്പം റെഗുലർ ആയിട്ട് റിക്രൂട്ട്മെന്റ് നടത്തിക്കൊണ്ടേയിരിക്കാം. ചിലപ്പോൾ പ്രൊഡക്റ്റ് മേടിക്കുന്ന ആളുകളായിരിക്കാം, ചിലപ്പോൾ ബിസിനസ് സീരിയസ് ആയിട്ട് ഈ പ്രൊഡക്റ്റ് മേടിക്കുന്ന ആളുകളാണ് നാളെ സീരിയസ് ആയിട്ട് ബിസിനസ്സിന് വരിക. അപ്പൊ എന്താ ചെയ്യുക, റിക്രൂട്ട്മെന്റ് റെഗുലർ ആയിട്ട് നമ്മൾ ചെയ്യാം. ഡെയിലി ഒരാൾക്കെങ്കിലും നമ്മൾ പ്രോഗ്രാം കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ അതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 4ാമത്തെ കാര്യം, റെഗുലർ റിക്രൂട്ട്മെന്റ് ചെയ്യാനുള്ളതാണ്. 5ാമത്തെ കാര്യം റീറ്റെയിലിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീറ്റെയിലിംഗ് നമുക്ക് തുടക്കക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം കിട്ടുന്ന മാർഗം റീറ്റെയിലിംഗ് ആണ്. ഈ റീറ്റെയിലിംഗ് നമ്മൾ ഒരു കാരണവശാലും എന്താ പറയാ തുടക്കത്തിൽ ചെയ്യാതിരിക്കുന്നത്. തുടക്കത്തിൽ നമുക്ക് പ്രധാന വരുമാനം തീർച്ചയായിട്ടും റീറ്റെയിലിംഗ് തന്നെ ആയിരിക്കും. ആ റീറ്റെയിലിംഗ് കൃത്യമായിട്ട് ചെയ്യാം. റീറ്റെയിലിംഗ് നേരത്തെ പോലെ ഒരു 500 രൂപയെങ്കിലും റീറ്റെയിൽ പ്രോഫിറ്റ് ഡെയിലി ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പൊ പ്രത്യേകിച്ച് കവചപ്രാശമൊക്കെ ഏറ്റവും കൊടുക്കാൻ പറ്റിയ പ്രൊഡക്റ്റാണ്. കവചപ്രാശം കൊടുക്കുക, ലേറ്റസ്റ്റ് വന്ന ഓരോരോ പ്രൊഡക്റ്റുകളും നമ്മൾ എന്ത് ചെയ്യാം, നമ്മളൊന്ന് ഉപയോഗിച്ച് നോക്കുക. നമ്മൾ ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് കൊടുക്കാനുള്ള ടെൻഡൻസി കൂടും. അപ്പൊ ഈ വൈറ്റമിൻ സിയും മുരിങ്ങയൊക്കെ ഉപയോഗിക്കാത്ത ആളുകളൊന്ന് ഉപയോഗിച്ച് നോക്കാം. ബെസ്റ്റ് റിസൾട്ടുകളാണ്. നെർവ് എനർജി. അപ്പൊ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഷുഗറുള്ള ആളുകളാണല്ലോ. ഷുഗറുള്ള മുഴുവൻ ആളുകൾ കൊടുക്കാൻ പറ്റിയ പ്രൊഡക്റ്റാണ് നെർവ് എനർജി. ഭയങ്കര റിസൾട്ടുകളാണ് നെർവ് എനർജിക്ക്. അപ്പൊ ആ പ്രൊഡക്റ്റുകളൊക്കെ ഒന്ന് മാക്സിമം പ്രൊമോട്ട് ചെയ്യുക റീറ്റെയിലിലൂടെ. പിന്നെ സോപ്പും പേസ്റ്റൊക്കെ കൊടുക്കാൻ നമുക്കറിയാം. നമുക്ക് പല്ല് തേക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ലല്ലോ. റെഗുലർ ആയിട്ട് നമ്മളെ പേസ്റ്റുകൾ വില അധികമാണെന്ന് പറയുന്ന ആളുകൾക്ക് അത് എന്തുകൊണ്ടാണ് മനസ്സിലാക്കി കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ റെഗുലർ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ഈ കൊടുത്ത ആളുകളെ ഫോളോ അപ്പ് ചെയ്യും വേണം. അവർ ഉപയോഗിക്കുന്നുണ്ടോ, കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ആ സൈഡ് കിട്ടും. 6ാമത്തെ കാര്യമാണ് റിലേഷൻഷിപ്പ്. ഈ ബിസിനസ് നമുക്കറിയാം റിലേഷൻഷിപ്പിലൂടെ പോകുന്ന ബിസിനസ്സാണ്. ഒരു നല്ല റിലേഷൻഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് നമ്മളെ കൂടെ ടീം നിൽക്കുള്ളൂ. അപ്പൊ അതിനുള്ള കൃത്യമായിട്ടുള്ള റിലേഷൻഷിപ്പ് കിട്ടുക. ഇപ്പൊ പലപ്പോഴും എന്താ വെച്ചാല് നമ്മളെ പല ആളുകളും ഇപ്പം ചെയ്യുന്ന കാര്യം, നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ, ഇപ്പൊ നമ്മളെ ഒരു പക്ഷേ നമ്മളെ ലീഡർ ആയിരിക്കാം സപ്പോർട്ട് ചെയ്യാം ഏറ്റവും കൂടുതൽ. കുറച്ച് കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് ചെയ്യുന്ന ലീഡേഴ്സിനോടായിരിക്കും സ്വാഭാവികമായിട്ട് അവർക്ക് ദേഷ്യം കൂടുക. നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുകളായിരിക്കും, ആ ആളുകളോട് ഓട്ടോമാറ്റിക് ആയിട്ട് പല ആളുകൾക്കും വെറുപ്പാ തോന്നുക. അത് ഒഴിവാക്കുക. നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കൂട്ടുക, നല്ല ടീമായിട്ട് നല്ല ബന്ധം കൂട്ടുക. ഇതൊക്കെയാണ് ഈ ബിസിനസ്സിൽ നമ്മൾ ചെയ്യേണ്ട, റിലേഷൻഷിപ്പ് ചെയ്യേണ്ട. കാരണം റിലേഷൻഷിപ്പ് വഷളാവുന്ന സമയത്താണ് പല ടീമുകളും ഇല്ലാതാവുന്നത്. അപ്പോൾ ഒരു നല്ല റിലേഷൻഷിപ്പ് ഈ ബിസിനസ്സിൽ മെയിൻറ്റെയിൻ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ടീമിനോടും നമ്മുടെ ഓർഗനൈസേഷനും കാണിക്കുന്ന റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മുടെ ടീമിനായിട്ട് നല്ലൊരു എന്താ പറയുക റെസ്പോൺസിബിലിറ്റി കാണിക്കാം. നമ്മുടെ ടീമിനോടും അതേപോലെ നമ്മുടെ ഓർഗനൈസേഷനോടും റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാൾക്ക് മാത്രമേ ഈ ബിസിനസ് ടീം കൂടെ നിൽക്കുള്ളൂ. നമ്മൾ ഉത്തരവാദിത്തം കാണിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മളെ കൂടെ ടീം നിൽക്കില്ല. അപ്പം റെസ്പോൺസിബിലിറ്റി ഉള്ള ആളുകളായിട്ട് മാറുക. 8ാമത്തെ കാര്യം പറഞ്ഞത് കൺസിസ്റ്റൻസി അറിയാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്ഥിരതയോട് കൂടിയുള്ള ഗ്രോത്ത് കാണിക്കുക. മിനിമം ഈ ഇൻകം മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഒരു സ്ഥിരതയോട് കൂടി നമ്മൾ ബിസിനസ് ചെയ്യുക. അല്ലാണ്ട് ഇന്ന് വന്ന് പിന്നെ നാളെ 2 ആഴ്ച വരില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വരിക, അങ്ങനെ ആവരുത്. നമ്മൾ കൺസിസ്റ്റൻസി എന്ന് പറയും, സ്ഥിരത വരിക. റെഗുലർ ആയിട്ട് ചിലപ്പോൾ തുടക്കത്തിൽ വലിയ അച്ചീവ്മെന്റ് ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷെ അത് സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് റിസൾട്ട് ആയിട്ട് മാറും. എപ്പോഴും പറയുന്നില്ലേ, നമ്മളൊരു പാറ പൊട്ടുന്നത് ആദ്യത്തെ അടിയിലല്ല, അതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള അടിയ സമയത്താണ് ആ പാറ പൊട്ടുന്നത്. അപ്പൊ ആ ഒരു സ്ഥിരത നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഇതിൽ സക്സസ് ആവാൻ പറ്റും. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് 9ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, പ്രോഗ്രാമിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. അത് ആര് വെച്ച് കഴിഞ്ഞാലും, നമ്മളെ ലീഡേഴ്സ് വെച്ച് കഴിഞ്ഞാലും ടീം വെച്ച് കഴിഞ്ഞാലും ആ പ്രോഗ്രാമുകളിലേക്ക് മാക്സിമം ടീമിനെ എത്തിക്കാം. ഇപ്പൊ മോർണിംഗ് മീറ്റ് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം മോർണിംഗ് മീറ്റ് നിങ്ങൾ ഒന്നിച്ച് ചെയ്യുന്ന മോർണിംഗ് മീറ്റ് ആയിരുന്നു ആദ്യം. ഇപ്പം പ്രതീക്ഷയുടെ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് സെപ്പറേറ്റ് മോർണിംഗ് മീറ്റ് ആക്കി. അത് നിങ്ങളെ സംബന്ധിച്ച് ഗ്രോത്തിലേക്ക് വേണ്ടിയാണ്. കാരണം ആ സമയത്ത് അനിയാട്ടിന്റെ കൂടെ ഒന്നിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 6:05 ആവുന്ന സമയത്ത്, ചിലപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ വേറെ സമയത്ത് 6:05 ആകുമ്പോൾ ആ സൂം മീറ്റിംഗ് 100 ആള് ഫില്ലായി. 100 ആള് ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ കയറാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ ഇതിൽ ഏകദേശം 53 പേരാണുള്ളത്. നിങ്ങൾക്ക് ഈ 100 ആക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, ഓരോ TC ലീഡേഴ്സിനും ഇതിൽ കയറാത്ത ടീം ഉണ്ടാവും, അവരെ വിളിച്ച് ഇതിൽ കയറ്റാൻ പറ്റും. അപ്പൊ അത് മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഈ മോർണിംഗ് മീറ്റ് മുതൽ അങ്ങോട്ട് മാക്സിമം പ്രോഗ്രാമിലേക്ക് നമ്മളെ ടീമിന് ഒരാൾ നമ്മളെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ നമ്മളെ അടുത്ത തന്നെയുള്ള പ്രോഗ്രാമിൽ കണക്ട് ചെയ്യാം. ഇപ്പം GTS സെന്റർ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് GTS സെന്റർ എന്ന് പറയുന്നത്. ഒരു പക്ഷേ നമുക്ക് നമ്മുടെ കമ്പനിയുടെ വലുപ്പവും നമ്മുടെ ബിസിനസിന്റെ ഗ്രോത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഓരോ മീറ്റിംഗ്, ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക മീറ്റിംഗ് സെന്ററുകളും പ്രോഗ്രാം എടുത്തിട്ടും പ്രോഗ്രാം ചെയ്തതും പോകാതും വ്യക്തിയാണ് ഞാൻ. ഇപ്പം അതുകൊണ്ട് തന്നെ
പ്രോഗ്രാമിൽ പോകുന്ന സമയത്ത് GTSൽ പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു എന്താ പറയുക ഒരു ആവേശം ഓളൊന്നും നമുക്ക് മറ്റു സ്ഥലത്ത് നിന്ന് കിട്ടില്ല. ആ ഒരു പുതിയ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് കിട്ടുന്ന പ്രോഗ്രാമാണ് GTS, കമ്പനി GTS സെന്ററുകൾ. അവിടെ ആ ക്രൗഡും അവിടുത്തെ ആവേശം കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരാൾക്ക് പെട്ടെന്ന് ബിസിനസ് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് പുതിയ വന്ന ആളുകൾ പരമാവധി കമ്പനി GTS സെന്ററായിട്ട് കണക്ട് ചെയ്യുക, പ്രോഗ്രാമുകളായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ബിസിനസ് വന്നോളും. പിന്നെ 10ാമത്തെ കാര്യം പറയുന്നത് നമ്മൾ കണ്ടീഷൻ വെക്കാതെ എഫേർട്ട് ഇടുക. പല ആളുകളും കണ്ടീഷൻ വെച്ചിട്ടാ, സാറേ ഞാൻ ഇത്ര സമയം വർക്ക് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇത്ര റീറ്റെയിൽ ചെയ്യുള്ളൂ, ഞാൻ ഇത്ര ആളെ കാണുള്ളൂ, ഞാൻ ലിസ്റ്റ് 100 ആളെ ലിസ്റ്റ് ആവാൻ ഞാൻ 10 ആളെ ലിസ്റ്റ് ആയിട്ടുള്ളൂ. അങ്ങനെ കണ്ടീഷൻ വെക്കരുത്. അൺകണ്ടീഷണൽ എഫേർട്ട് ഇടാന്ന് പറയാം. നമ്മൾ ഇത്ര സമയം വർക്ക് ചെയ്യുള്ളൂ, ഇത്ര സമയം ചെയ്യുള്ളൂ, ഇന്ന ആളെ കാണണമെന്നില്ല, കണ്ടീഷൻ വെക്കാണ്ട് വർക്ക് ചെയ്യാം. ഈ 10 കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഈ ബിസിനസ് നമുക്ക് വലിയ ഗ്രോത്തിലേക്ക് പോകാൻ പറ്റും. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഏകദേശം ഈ ബിസിനസ് 7 വർഷത്തോളമായിട്ട് ഒരു പ്രൊഫഷണൽ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ വെറുതെ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ടല്ല. എന്നെ സംബന്ധിച്ച് വലിയൊരു ഇൻകം കിട്ടുന്ന മേഖല ഒഴിവാക്കിക്കൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. റെഡിമെയ്ഡ് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു മാസം 1 lakh ഇൻകം കിട്ടും. സീസൺ ആവുന്ന സമയത്ത് 3-4 ലക്ഷം രൂപ വരുമാനം കിട്ടുന്ന ആ മേഖല ഒഴിവാക്കിയത് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു പ്രൊഫഷണൽ രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേട്ടങ്ങൾ ഈ ബിസിനസ് നമുക്കറിയാം. ഹയസ്റ്റ് ഇൻകം 2,10,000 ഈ ബിസിനസ് നമുക്ക് എല്ലാം കിട്ടും. ആ ഇൻകം കിട്ടിയിട്ടുണ്ട്, എല്ലാ ആഴ്ച 2 കിട്ടുന്നുണ്ടെന്നല്ല പറഞ്ഞത്. ആവറേജ് ഇപ്പൊ 2 ID, ഇപ്പം 3ാമത്തെ IDയും ഇപ്പൊ STC റാങ്കിലേക്ക് വന്നുകൊണ്ടിരിക്കുക. 3 IDയിലേക്ക് ഇപ്പം ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിൽ 1 തുടങ്ങി, പിന്നെ 2ലേക്ക് വന്നു, ഇപ്പൊ 3ാമത്തെ IDയും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ ബിസിനസ്സിൽ വന്ന സമയത്തുള്ള ഞാനല്ല ഇപ്പം ഉള്ളത്. ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ, അതേപോലെ അച്ചീവ്മെന്റിൽ വരുന്ന മാറ്റങ്ങൾ. ഇപ്പം എൻ്റെ കടങ്ങൾ ഇല്ലാതിരിക്കുക എന്നതാണ് ഒരാളെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. കടങ്ങളില്ലാതെ നമുക്ക് എന്താ പറയാ മനസ്സമാധാനമായിട്ട് കടന്നിറങ്ങാൻ പറ്റുകയാണെങ്കിൽ തന്നെ അത് വലിയൊരു സക്സസ്സാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് 10-60 ലക്ഷം രൂപ കടത്തിൽ വന്നെങ്കിലും അതിന്റെ ഭൂരിഭാഗങ്ങളും, ഇനി കുറച്ച് ഭാഗം കൂടെ ഉള്ളൂ, അതൊക്കെ ഈ ബിസിനസ്സിലെ ഇൻകം. എന്നെ സംബന്ധിച്ച് ഞാൻ മാക്സിമം ചിട്ടികൾ ചെയ്യുന്നതാണ്. ചിട്ടികള് മാക്സിമം ഇപ്പം KSFE പോലുള്ള, ഗോകുലം പോലെയുള്ള, ഗുരുവായൂരപ്പൻ പോലുള്ള ചിട്ടികളിൽ മാക്സിമം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ഈ ചിട്ടികളിൽ കിട്ടുന്ന പൈസയിലേക്ക് ഒരു 10% ഞാൻ ചിട്ടിയിലേക്ക് മാറ്റി വെക്കാറുണ്ട്. ഈ പൈസ എടുത്തുകൊണ്ടാണ് പലപ്പോഴും ബാധ്യതകൾ നീട്ടിക്കൊണ്ടിരിക്കുന്നത്. പലരും ഒരു 75-80% ബാധ്യതകൾ തീർത്തു. അതിനിടയ്ക്ക് ഇപ്പം വീട് പണി നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരുപാട് കാര്യങ്ങളിലേക്ക് അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കാൻ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം 6-7 വർഷം ഒരു ബിസിനസ്സിലേക്ക് സീരിയസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു 6 വർഷം, 7 വർഷം ടോട്ടൽ ബിസിനസ് കംപ്ലീറ്റ് ആയി. ഈ 7 വർഷം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചത് ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ അക്ഷരമത് ഏറ്റെടുത്തോണ്ടാണ്. അപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ കൃത്യമായിട്ട് ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു ലക്ഷ്യം വെക്കുക. അതിനു വേണ്ടി കമ്പനി നമുക്ക് തന്ന TDF ഫണ്ട്. ഇപ്പം ZDC അപ്പോൾ ലീഡേഴ്സ് TDF ഉള്ളതുകൊണ്ട് ബാക്കി ലീഡേഴ്സ് ഒന്നും അത് ഫോക്കസ് ചെയ്യാണ്ട് പോകരുത്. ഞാൻ പറഞ്ഞ ZDC അപ്പോൾ ലീഡേഴ്സ് വീക്കിലി 2,000 രൂപ വേണം, അത് അവർക്ക് ലക്ഷ്യമായി. അതേപോലെ ZDC താഴെയുള്ള ലീഡേഴ്സും DTC ആണെങ്കിലും ATC ആണെങ്കിലും TC ആണെങ്കിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണെങ്കിലും ഒരു മിനിമം ഇൻകം ഞാൻ മേടിക്കും. അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ലക്ഷ്യം. ലക്ഷ്യമില്ലാത്ത ആളുകളാണ് ഈ ബിസിനസ്സിൽ സക്സസ് ആവാതെ പോവുക. അതുകൊണ്ട് നമ്മൾ ആദ്യം വെക്കേണ്ട കാര്യം, നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുക. ആ ഗോൾ നേടിയെടുക്കാൻ വേണ്ടി ആരുടെയൊക്കെ സപ്പോർട്ട് നേടിയെടുക്കണം. നമ്മൾ എപ്പോഴും പറഞ്ഞില്ലേ, യൂസ് ദ ലീഡർ ആൻഡ് ക്രിയേറ്റ് ദ ലീഡർ. ലീഡേഴ്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കാലഘട്ടത്തിൽ ടീമിനെ ഉണ്ടാക്കുക എന്നതാണ്. അപ്പൊ മാക്സിമം ഇപ്പൊ ഞാനിപ്പം ശോഭ മാഡത്തെ ഞാൻ കാണുന്നുണ്ട്. ശോഭ മാഡം പറയാണ്, ഇപ്പൊ എനിക്ക് ഈ ആഴ്ച 3,000 രൂപ ഇൻകം വേണം. ഇപ്പൊ DDF അടിക്കണേ ശോഭ മാഡത്തിന് 2,000 രൂപ മതി. പക്ഷെ എനിക്ക് ഈ ആഴ്ച അപ്പൊ എന്തായാലും ബെല്ലി സാറെ കയ്യിൽ നിന്നാണ് ഒരു ഓപ്പർച്യൂണിറ്റി എന്റെ കയ്യിലേക്ക് കിട്ടുന്നത്. അപ്പൊ കിട്ടിയ സമയത്ത് നമുക്കറിയാം, എല്ലാവരും ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വന്ന പോലെ തന്നെ ആദ്യം ബിസിനസ് ആയിട്ടൊന്നുമല്ല ഈ ബിസിനസ്സിലേക്ക് കണ്ടത്. ബെല്ലി സാർ എന്ന വ്യക്തിയോടുള്ള ഒരു ഇഷ്ടവും അദ്ദേഹത്തിനോടുള്ള റെസ്പെക്റ്റും കാരണമാണ് ബിസിനസ്സിലേക്ക് അദ്ദേഹത്തിന് വേണ്ടി ജോയിൻ ചെയ്തൊരു വ്യക്തിയാണ്. കാരണം വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ എടുത്തുകൊണ്ടാണ് ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. വന്ന സമയത്ത് എല്ലാവരും ചെയ്ത പോലെ തന്നെ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. വലിയ സാർ ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ റെഡിമെയ്ഡ് ബിസിനസ് ആയിരുന്നു. റെഡിമെയ്ഡിന്റെ ഹോൾസെയിൽ ബിസിനസ് ബാംഗ്ലൂർ 2 യൂണിറ്റ് ഒക്കെ ഇട്ട് ഓൾ കേരള അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് വലിയ സാറെ അവസരം പറഞ്ഞത്. ആ സമയത്ത് വലിയ സാർ പറഞ്ഞ സമയത്ത് കേൾക്കാതിരിക്കാനുള്ള കാരണം, ആ സമയത്ത് അത്യാവശ്യം നല്ല വരുമാനമൊക്കെ ഉണ്ട്. എങ്ങനെയായാലും ഒരു മാസം ഒരു 1 lakh അബോവ് ഇൻകം ആ ബിസിനസ്സിന് കിട്ടുന്നുണ്ട്. സീസൺ പെരുന്നാളും ഓണൊക്കെ ആവുന്ന സമയത്ത് അതിന്റെ 4-5 ഇരട്ടിയൊക്കെ വരുമാനം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു ബിസിനസിനെ കുറിച്ചോ വരുമാനത്തെ കുറിച്ചോ ഒന്നും ചിന്തിച്ചിരുന്നില്ല. പിന്നീടാണ് 2015 നമുക്കറിയാം വലിയ സാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് വന്ന മുതൽ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
അദ്ദേഹം നിരന്തരമായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ മാക്സിമം അദ്ദേഹത്തിനെ അവോയ്ഡ് ചെയ്ത് അദ്ദേഹത്തിനെ കാണാതെയും ഫോൺ വിളിച്ചെടുക്കാതെയും ഒക്കെ മാറി മാറി നിന്നു. അങ്ങനെയാണ് 2017 അവസാനത്തില് ഞങ്ങൾ ആ റെഡിമെയ്ഡ് ബിസിനസ്സിൽ വലിയൊരു ബാധ്യത വരുന്നത്. എക്സ്പോർട്ടിംഗ് ആയി ബന്ധപ്പെട്ട് ഒരുപക്ഷെ നമുക്ക് താങ്ങുന്നതിൽ അപ്പുറത്തുള്ള വലിയൊരു ബാധ്യത 60 ലക്ഷം രൂപയോളം, അതായത് എക്സ്പോർട്ടിംഗ് ആയി ബന്ധപ്പെട്ട് ഒരു നഷ്ടത്തിലേക്ക് വരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു എക്സ്ട്രാ ഇൻകം അത്യാവശ്യമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ കൂടിയാണ്. അങ്ങനെയാണ് വീണ്ടും ബെല്ലി സാർ വന്ന സമയത്ത് കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ എടുക്കാം, ബിസിനസ് ആയിട്ട് അപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ എടുക്കാം എന്ന രീതിയിൽ വരുന്നതാണ്.